നടൻ അല്ലു അർജുൻ അറസ്റ്റിൽ എന്നുള്ളതാണ്. ഹൈദരാബാദ് പോലീസിൻ്റെ ടാസ്ക് ഫോഴ്സ് സംഘമാണ് അല്ലു അർജുനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് എന്നുള്ള വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ജൂബിലി ഹിൽസിലെ വസതിയിൽ വെച്ചാണ് താരത്തെ കസ്റ്റഡിയിലെടുത്തത്. അല്ലു അർജുനെ ചിക്കടിപ്പള്ളി പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവരികയാണ് എന്ന വിവരവും പുറത്തു വരുന്നുണ്ട്. പുഷ്പ 2 റിലീസുമായി ബന്ധപ്പെട്ട ഒരാൾക്ക് തിക്കിലും തിരക്കിലും പെട്ട് അതിനിടയിലുണ്ടായ സംഘർഷത്തിൽപ്പെട്ട ഒരാൾക്ക് ഒരു സ്ത്രീക്ക് ജീവൻ നഷ്ടമാവുന്ന നിലയുണ്ടായിരുന്നു. അല്ലു അർജുൻ നേരത്തെ വിവരം അറിയിക്കാതെ തിയേറ്ററിലേക്ക് എത്തി എന്നുള്ളതിൽ കേസെടുക്കാനുള്ള നീക്കം നേരത്തെ പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ നടപടിയെന്നാണ് മനസ്സിലാക്കുന്നത്. അരുൺ പൂപ്പറമ്പയല്ല, മുഹമ്മദ് റഹീസ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട്. റഹീസ്, വിവരങ്ങൾ എന്താണ് റഹീസ്? റിജിത്ത്, അല്പസമയം മുമ്പാണ് ജൂബിലി ഹിൽസിലെ വസതിയിൽ നിന്ന് അല്ലു അർജുനെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത്. ഹൈദരാബാദ് പോലീസിന്റെ ടാസ്ക് ഫോഴ്സ് സംഘമാണ് അല്ലു അർജുനെ അറസ്റ്റ് ചെയ്തത്. അല്ലു അർജുനെ നിലവിൽ ചിക്കടപ്പള്ളി പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നു. ഈ പുഷ്പ 2 റിലീസുമായി ബന്ധപ്പെട്ട് ഈ അല്ലു അർജുൻ തിയേറ്ററിൽ മുൻകൂട്ടി അറിയിക്കാതെ എത്തുകയും അതൊരു വലിയ സംഘർഷം അല്ലെങ്കിൽ ഒരു തിക്കും തിരക്കുമൊക്കെ ഉണ്ടാക്കുന്നതിന് കാരണമായിരുന്നു. ഇതിൽ രേവതി എന്നൊരു സ്ത്രീ മരിച്ചിരുന്നു. ഇതിന്റെ ഭാഗമായി അല്ലു അർജുനെതിരെ കേസെടുത്തിരുന്നു. നേരത്തെ അല്ലു അർജുൻ 2 ദിവസം മുൻപ് ഹൈക്കോടതിയെ സമീപിച്ചുകൊണ്ട് ഈ കേസ് റദ്ദാക്കണം അല്ലെങ്കിൽ ഈ FIR റദ്ദാക്കണം എന്നൊരു ആവശ്യം മുന്നോട്ട് വെച്ചിരുന്നു. പക്ഷേ കോടതി ഇത് അംഗീകരിച്ചില്ല. ഇതിന് പിന്നാലെയാണ് അല്ലു അർജുനെ ഇപ്പോൾ കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത്. നിലവിൽ അല്പസമയം മുൻപ് സ്വവസതിയിൽ നിന്നാണ്, ജൂബിലി ഹിൽസിലെ വസതിയിൽ നിന്നാണ് ഇദ്ദേഹത്തിനെ കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത്. സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. എന്തായാലും സ്റ്റേഷനിൽ ജാമ്യം ലഭിക്കും എന്നുള്ളൊരു വിവരമാണ് ഇപ്പോൾ ലഭിക്കുന്നത്. എന്തായാലും അല്ലു അർജുൻ ഇപ്പോൾ കസ്റ്റഡിയിലാണ് ഉള്ളത്. രേവതി എന്ന സ്ത്രീയാണ് മരിച്ചത്. മകന്റെ ആഗ്രഹപ്രകാരം ഈ സിനിമ കാണാൻ പോയ സ്ത്രീ ആണ് മരിച്ചത് ഈ തിക്കിലും തിരക്കിലും പെട്ട്. നേരത്തെ ഈ അല്ലു അർജുൻ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്തിരുന്നു. ഇതിൽ ഈ കുടുംബത്തോട് അല്ലു അർജുൻ മാപ്പ് ചോദിച്ചിരുന്നു. ശേഷം 25 ലക്ഷം രൂപ ഈ കുടുംബത്തിന് നഷ്ടപരിഹാരം നൽകും എന്ന് അല്ലു അർജുൻ പറഞ്ഞിരുന്നു. കുടുംബത്തിനെ നേരിട്ടെത്തി കാണും, മകനെ നേരിട്ടെത്തി കാണും എന്നൊക്കെ അല്ലു അർജുൻ വികാരാതീതനായി പറഞ്ഞിരുന്നു. പക്ഷേ ഈ മാപ്പ് പറച്ചിൽ ഒന്നും അറസ്റ്റ് തടയാൻ ഒരു കാരണമായില്ല എന്ന് ഈ ഘട്ടത്തിൽ പറയേണ്ടി വരും. അപ്പോൾ കേസുമായി ബന്ധപ്പെട്ട് ഒരു സ്വാഭാവിക നടപടി എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ ഇദ്ദേഹത്തിനെ കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത്. പക്ഷേ കസ്റ്റഡിയിൽ എടുക്കുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ ചില അഭ്യൂഹങ്ങളൊക്കെ നിലനിന്നിരുന്നു. എന്തായാലും ഇപ്പോൾ ജൂബിലി ഹിൽസിലെ വീട്ടിൽ നിന്നും അല്ലു അർജുനെ കസ്റ്റഡിയിൽ എടുത്ത് തൊട്ടടുത്തുള്ള ഒരു പോലീസ് സ്റ്റേഷൻ. ഈ നടപടി അല്ലു അർജുൻ നേരത്തെ പ്രതീക്ഷിച്ചിരുന്നതാണ്. അദ്ദേഹം തെലങ്കാന കോടതിയെ സമീപിച്ചിട്ടുണ്ട് ഈ കേസുമായി ബന്ധപ്പെട്ട്. ഇതിലിപ്പോൾ പോലീസ് ചൂണ്ടിക്കാട്ടുന്ന കാര്യം അല്ലു അർജുൻ യാതൊരു തരത്തിലുള്ള വിവരവും അദ്ദേഹം വരുന്നുണ്ട്, തിയേറ്ററിലേക്ക് വരുന്നുണ്ട് എന്ന കാര്യം അറിയിച്ചില്ല. അത് സെക്യൂരിറ്റി ജീവനക്കാരെയോ തിയേറ്റർ ഉടമയോ പോലീസിനെയോ ആർക്കും അത്തരത്തിലുള്ള വിവരങ്ങൾ കൈമാറിയില്ല എന്നുള്ളതാണ് പോലീസിൻ്റെ ഒരു വാദം. പക്ഷേ അത് പൂർണ്ണമായും തള്ളിക്കൊണ്ട് ഈ തിയേറ്ററിലെത്തുന്ന വിവരം ഉടമസ്ഥരെയും പോലീസിനെയും ഒക്കെ അറിയിച്ചിരുന്നു എന്നുള്ളതാണല്ലോ അദ്ദേഹം കോടതിയെ സമീപിക്കുന്ന ഘട്ടത്തിൽ ചൂണ്ടിക്കാട്ടിയത്. അതേ റീജിത്ത്, കോടതിയെ സമീപിച്ചുകൊണ്ട് 2 ദിവസം മുൻപാണ് ഹൈക്കോടതിയെ അല്ലു അർജുൻ സമീപിക്കുന്നത്. ഈ കേസിലെ FIR റദ്ദാക്കണമെന്ന് അല്ലു അർജുൻ ആവശ്യപ്പെട്ടു. പക്ഷേ ഈ തിയേറ്ററിലേക്ക് എത്തുമ്പോൾ പോലീസിനെ അറിയിച്ചിരുന്നില്ല എന്നുള്ളൊരു വാദം പോലീസും കൃത്യമായി മുന്നോട്ട് വെച്ചിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് കോടതി അല്ലു അർജുനെ അറസ്റ്റ് ചെയ്യണം എന്നുള്ളൊരു നിർദ്ദേശം, അല്ലെങ്കിൽ ഈ FIR റദ്ദാക്കില്ല എന്നുള്ളൊരു നിർദ്ദേശം പോലീസിന് നൽകിയത്. പക്ഷേ ഇത്തരത്തിൽ FIRകൾ രജിസ്റ്റർ ചെയ്യപ്പെട്ടാലും ഈ നടന്മാരെ ഒന്നും അധികം പെട്ടെന്ന് അറസ്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ കസ്റ്റഡിയിൽ എടുക്കുന്ന രീതിയൊന്നുമില്ല. അപ്പോഴാണ് ഇപ്പോൾ അല്ലു അർജുനെ കസ്റ്റഡിയിൽ എടുക്കും എന്നുള്ളൊരു സൂചന ആദ്യഘട്ടത്തിൽ ഒന്നും പുറത്തു വന്നിരുന്നില്ല. പക്ഷേ ഇപ്പോൾ പെട്ടെന്ന് തന്നെ ഒരു ടാസ്ക് ഫോഴ്സ് അല്ലു അർജുന്റെ വീട്ടിലേക്ക് എത്തുന്നു, അദ്ദേഹത്തിനെ കസ്റ്റഡിയിൽ എടുക്കുന്നു, തൊട്ടടുത്തുള്ള പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകുന്നു. നേരത്തെ ഈ രേവതിയുടെ കുടുംബം ഇതുമായി ബന്ധപ്പെട്ട് അല്ലു അർജുനെതിരെ പരാതി നൽകിയിരുന്നില്ല. പക്ഷേ മറ്റൊരു പൊതുപ്രവർത്തകന്റെ പരാതിയാണ് നിലവിൽ ലഭിച്ചത്. അതുമായി ബന്ധപ്പെട്ട് പോലീസ് ആദ്യമേ ഒരു കേസെടുത്തിരുന്നു, ശേഷം ഒരു പരാതി കൂടി ലഭിച്ചിട്ടുണ്ട് എന്നാണ് ഉള്ള വിവരം. അതുകൊണ്ട് തന്നെ അല്ലു അർജുനെ കസ്റ്റഡിയിൽ എടുക്കും എന്നുള്ള കാര്യത്തിനകത്ത് അതൊരു അപ്രതീക്ഷിത നീക്കം തന്നെയായിരുന്നു പോലീസിൻ്റെ അടുത്ത് നിന്ന് പറയേണ്ടി വരും. കേസ് എടുത്തിട്ടുണ്ട്, അത് ഒരു കുറച്ച് നാൾ ആ കേസുമായി മുന്നോട്ട് പോകും. ശേഷം സ്വാഭാവികമായും അതിലൊരു ജാമ്യം ലഭിക്കും, കുടുംബത്തിന് നഷ്ടപരിഹാരം നൽകുന്നത് വഴി കേസ് ഇല്ലാതാകും എന്നുള്ള തരത്തിലൊക്കെ ആയിരുന്നു ഇതിനെ വീക്ഷിക്കപ്പെട്ടിരുന്നത്. പക്ഷേ അല്ലു അർജുനെ ഇപ്പോൾ എന്തായാലും കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ഇനി എത്ര നേരം ഇദ്ദേഹത്തിന് ഇതുമായി ബന്ധപ്പെട്ട് ചോദ്യം ചെയ്യുമെന്നുള്ള കാര്യമാണ് അറിയേണ്ടത്. ഒരുപക്ഷെ അനൗദ്യോഗികമായി ഒക്കെ ഒരു പോലീസ് സംഘം എത്തി ഇദ്ദേഹത്തിനെ ചോദ്യം ചെയ്ത് വിടും എന്നുള്ള തരത്തിലായിരുന്നു
എന്നായിരുന്നു ആദ്യമുണ്ടായിരുന്ന വിവരം. പക്ഷേ പോലീസ് ഇദ്ദേഹത്തിനെ ഇപ്പോൾ കസ്റ്റഡിയിൽ എടുത്തിരിക്കുകയാണ്. ചിക്കടപ്പള്ളി പോലീസ് സ്റ്റേഷനിലേക്ക് ഇദ്ദേഹത്തിനെ കൊണ്ടുപോയിട്ടുമുണ്ട്. ഇനി ചോദ്യം ചെയ്യൽ എത്ര സമയം നീളും എന്നുള്ളതാണ് അറിയേണ്ടത്. ഇതിനോടകം തന്നെ അഭിഭാഷകർ എന്തായാലും ജാമ്യത്തിനായുള്ള വഴി തേടിയിട്ടുണ്ടാകും. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ജാമ്യം ലഭിക്കുമെന്നുള്ള കാര്യം ഏതാണ്ടൊക്കെ ഉറപ്പാണ്. പക്ഷേ അപ്രതീക്ഷിതമായൊരു നീക്കത്തിലൂടെ ഒരു റിലീസ് ദിവസം ഒരു നടൻ തിയേറ്ററിലേക്ക് വരുന്നു. അത് വലിയൊരു സംഘർഷമുണ്ടാക്കുന്നു. ആ ദൃശ്യങ്ങളൊക്കെ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിരുന്നു. അത് പേടിപ്പെടുത്തുന്ന ദൃശ്യങ്ങൾ കൂടിയായിരുന്നു. കാരണം മുൻകൂട്ടി അറിയിച്ചിട്ട് അല്ലു അർജുനൊക്കെ മുൻകൂട്ടി അറിയിച്ചാൽ തന്നെ എടുക്കുന്ന സുരക്ഷാ മുൻകരുതലുകളൊന്നും അതൊന്നും മതിയാകില്ല ആരാധകർ ഇടിച്ചു കൂടുമ്പോൾ. അപ്പോൾ അത്തരം ആരാധകരുള്ള ഒരു സ്ഥലത്ത് അല്ലു അർജുനൊക്കെ വരുമ്പോൾ ഈ സിനിമ കാണാൻ മാത്രമായി എത്തുന്ന ആരാധകർ ഏത് തരത്തിലാണ് ഇവിടേക്ക് എത്തുക എന്ന് നമുക്കറിയാം. അവരെത്തരത്തിലാകും അല്ലു അർജുനെ കാണാൻ ശ്രമിക്കുക എന്ന് നമുക്ക് മനസ്സിലാകും. അപ്പോൾ അങ്ങനെ അല്ലു അർജുനെ കാണാൻ ശ്രമിക്കുന്നതിനിടയിലുണ്ടായ തിക്കിലും തിരക്കിലും പെട്ടാണ് രേവതി എന്ന സ്ത്രീ മരിച്ചത്. ഈ രേവതിയുടെ കഥ അല്പം ഒരു കഥന കൂടിയാണ്. കാരണം മകൻ്റെ ആവശ്യപ്രകാരം, മകൻ്റെ താല്പര്യപ്രകാരം, അല്ലു അർജുൻ്റെ ഒരു വലിയ ഫാനാണ് മകൻ. അതുമായി ബന്ധപ്പെട്ട് കുടുംബസമേതം സിനിമ കാണാൻ എത്തിയവരാണ്. അതിനുശേഷം അല്ലു അർജുൻ വരുന്നു എന്ന് പറയുമ്പോൾ ഈ ഭാഗത്തേക്ക് ഇവർ ഓടിപ്പോവുകയായിരുന്നു. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് നിരവധി പേർക്ക് പരിക്കേറ്റിരുന്നു. സത്യത്തിൽ മരണമൊക്കെ ഒരാളിൽ ഒതുങ്ങിയത് വളരെ ആശ്വാസകരമായിട്ടുള്ള കാര്യമാണ്. വലിയ തോതിലുള്ളൊരു തിരക്കുണ്ടായതിനു ശേഷമാണ് ഈ തിയേറ്ററിനുള്ളിൽ നിന്നും ഒരാൾ മരിച്ചു എന്നുള്ള വിവരം വരുന്നത്. ശേഷം അല്ലു അർജുൻ പെട്ടെന്ന് തന്നെ ഈ തിയേറ്ററിൽ നിന്ന് മടങ്ങുകയും ചെയ്തു. പക്ഷേ പോലീസിനെ അറിയിക്കേണ്ട ബാധ്യത തീർച്ചയായിട്ടും അല്ലു അർജുൻ ഉണ്ട്. കാരണം ഇങ്ങനെ ഒരു പൊതു സ്ഥലത്തേക്ക് എത്തുമ്പോൾ പാലിക്കേണ്ട മുൻകരുതലുകൾ, ഒരുക്കങ്ങളൊക്കെ പോലീസിന് സ്വീകരിക്കേണ്ടതായിട്ടുണ്ട്. അതിനൊരു മുന്നൊരുക്കം കൃത്യമായി പോലീസ് നടത്തേണ്ടതായിട്ടുണ്ട്. പ്രത്യേകിച്ച് ഒരു തിയേറ്ററാണ്, യാതൊരു നിയന്ത്രണവുമില്ല. അത്രയധികം ആരാധകർ എത്തുന്നു. പുഷ്പ 2 പോലെയുള്ള ഒരു വലിയ ചിത്രം കാണാൻ വേണ്ടി, ആരാധകർ കാത്തിരുന്ന ചിത്രം കാണാൻ വേണ്ടി ആദ്യ ദിവസങ്ങളിലൊക്കെ ആരാധകരെത്തുമ്പോൾ അവരെത്തരത്തിൽ പെരുമാറുമെന്ന് പറയാൻ കഴിയില്ല. അവിടേക്കാണ് അല്ലു അർജുൻ എത്തുകയും അതിൻ്റെ ഒരു ഭാഗമാകാൻ എത്തിയത്. ശേഷം അല്ലു അർജുൻ ഈ സമൂഹ മാധ്യമങ്ങളിലൂടെ നൽകിയ വിശദീകരണത്തിൽ താൻ തിയേറ്ററിൽ എത്തുന്നത് സംബന്ധിച്ചുള്ള വിശദീകരണമൊന്നും അല്ലു അർജുൻ നൽകുന്നില്ല. തൻ്റെ കുഞ്ഞ് ആരാധകനോട് അല്ലു അർജുൻ മാപ്പ് ചോദിക്കുന്നുണ്ട്, കുടുംബത്തിൻ്റെ സങ്കടത്തോട് പങ്കുചേരുന്നുണ്ട്. ശേഷം കുടുംബത്തിന് നഷ്ടപരിഹാരം നൽകാമെന്ന് പറയുന്നുണ്ട്. 25 ലക്ഷം രൂപ അദ്ദേഹം നഷ്ടപരിഹാരം നൽകുമെന്ന് പറയുന്നു. പക്ഷേ അപ്പോഴും പോലീസ് ആദ്യമേ ഇതിൽ സ്വമേധയാ ഒരു കേസെടുക്കുന്നു. പിന്നാലെയും ഒരു കേസ് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് എത്തിയിട്ടുണ്ട്. പക്ഷേ നടനായതിനാൽ എന്തായാലും തിയേറ്റർ ഉടമകളെയും നിലവിൽ പ്രതി ചേർത്തിട്ടുണ്ടല്ലോ അല്ലേ റീസ്? അതെ, നിലവിൽ തിയേറ്റർ ഉടമകളെയും പ്രതി ചേർത്തിട്ടുണ്ട്. കാരണം ഈ തിയേറ്റർ ഉടമകൾക്ക് നേരത്തെ തന്നെ അറിയാമായിരുന്നു ഈ അല്ലു അർജുൻ ഇവിടേക്ക് എത്തും എന്നുള്ളത്. അല്ലു അർജുൻ്റെ ഫാൻസ് അസോസിയേഷൻ, ആ പ്രദേശത്തെ ഫാൻസ് അസോസിയേഷനും ഒക്കെ അദ്ദേഹം ഇവിടെ എത്തും എന്നുള്ള കാര്യം അറിയാമായിരുന്നു. പക്ഷേ വേണ്ട മുൻകരുതലുകൾ സ്വീകരിക്കണമെങ്കിൽ അത് പോലീസ് അറിയണം. പോലീസാണ് അത് സംബന്ധിച്ചുള്ള കൃത്യമായിട്ടുള്ള മുന്നൊരുക്കം നടത്തേണ്ടത്. അങ്ങനെ മുന്നൊരുക്കം നടത്തിയാൽ മാത്രമേ ഇത്തരത്തിലുള്ള ഒരു സാഹചര്യത്തിനെ നേരിടാൻ കഴിയുകയുള്ളൂ. അങ്ങനെ ഒരു സാഹചര്യം നേരിടാൻ കഴിയാതെ വരുമ്പോൾ സ്വാഭാവികമായും ഇങ്ങനെ ഒരു അപകടങ്ങൾ ഉണ്ടാകും. അതിൽ ജീവൻ നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടാകും. നേരത്തെയൊക്കെയും ഇങ്ങനെ ചില ആഘോഷ പരിപാടികൾ, ഒപ്പം തന്നെ നടന്മാരെത്തുന്ന വേദികൾ, അവിടെയൊക്കെ തിക്കിലും തിരക്കിലും പെട്ട് നിരവധി പേർക്ക് പരിക്കേൽക്കുന്ന സാഹചര്യം, മരിക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിട്ടുണ്ട്. അത്തരത്തിലാണ് ഈ പുഷ്പ 2ൻ്റെ റിലീസുമായി ബന്ധപ്പെട്ട് ഈ തിയേറ്ററിലും ഒരു വലിയ കൂട്ടം അല്ലു അർജുൻ്റെ ആരാധക പട തന്നെ അവിടെ ഉണ്ടായിരുന്നു. അവിടെ സിനിമ കാണാനെത്തിയ സാധാരണക്കാരും കുടുംബക്കാരും കുടുംബത്തോടെ എത്തിയവരും സ്ത്രീകളും ഒക്കെ ഇതിലുണ്ടായിരുന്നു. അങ്ങനെയാണ് ഒരു വലിയ മോബ്, ആ മോബ് അല്ലു അർജുൻ അടുത്തേക്ക് ഇരച്ചെത്തുന്നു. ആ ഇരച്ചെത്തുന്നവരെ തടയാനുള്ള പോലീസ് സംഘം അവിടെ ഇല്ല. അല്ലു അർജുൻ്റെ പേഴ്സണൽ സെക്യൂരിറ്റി ജീവനക്കാരായിട്ടുള്ള ചിലർ മാത്രമാണ് അവിടെ ഉള്ളത്. അപ്പോൾ അവർക്ക് എന്തായാലും ഈ ഒരു വലിയ ഒരു ജനക്കൂട്ടത്തെ ഒന്നും തടഞ്ഞു നിർത്താൻ കഴിയില്ല. അപ്പോൾ അവിടെ കൃത്യമായി പോലീസ് ഇടപെടണം. പോലീസ് ഇടപെട്ടാൽ മാത്രമേ ഒരു വലിയ തിരക്ക് നിയന്ത്രിക്കാൻ കഴിയുകയുള്ളൂ. മാത്രമല്ല തിയേറ്ററിൽ എത്തുമ്പോൾ സ്വാഭാവികമായിട്ടും നടന്മാരൊക്കെ നേരത്തെ തിയേറ്റർ ഉടമകളെ അറിയിക്കുന്നതാണ്. ഈ തിയേറ്റർ ഉടമകളാണ് പലപ്പോഴും ഇത് പോലീസിനെ അറിയിക്കുന്നത്. അങ്ങനെയാണ് പോലീസ് തുടരുക. ഇപ്പോൾ പ്രേക്ഷകർ കാണുന്ന ദൃശ്യം അത് ഹൈദരാബാദ് പോലീസിന്റെ ടാസ്ക് ഫോഴ്സ് സംഘം അല്ലു അർജുനെ അറസ്റ്റ് ചെയ്യുന്നതിന്റെ ദൃശ്യങ്ങളാണ്. അല്ലു അർജുനെ കൊണ്ടുപോകുന്നതിന്റെ ദൃശ്യങ്ങളാണ്. ജൂബിലി ഹിൽസിലെ വസതിയിൽ വെച്ചാണ് അല്ലു അർജുനെ പോലീസ് സംഘം അറസ്റ്റ് ചെയ്യുന്നത്. അല്ലു അർജുനെ ചിക്കടപ്പള്ളി പോലീസ് സ്റ്റേഷനിലേക്കാണ് കൊണ്ടുപോയിട്ടുള്ളത് എന്നതാണ് ലഭ്യമായിട്ടുള്ള വിവരം. പുഷ്പ 2ൻ്റെ റിലീസ് ദിവസം നേരത്തെ മുൻകൂട്ടി അറിയിക്കാതെ സന്ധ്യ തിയേറ്ററിലേക്ക് എത്തി. അവിടെ വലിയ ആൾക്കൂട്ടം ഉണ്ടായിരുന്നതാണ്. അല്ലു അർജുൻ കൂടി എത്തിയതോടുകൂടി തിക്കിലും തിരക്കിലും പെട്ട് പിന്നീട് ഒരു സംഘർഷാവസ്ഥ രൂപപ്പെട്ട് 35-കാരിയായ ഒരു സ്ത്രീക്ക് ജീവൻ നഷ്ടമായ വിഷയമാണ്. അതിൽ പോലീസ് സ്വമേധയാ കേസെടുക്കുകയായിരുന്നു. അതിൽ തിയേറ്ററിൻ്റെ ഉടമകളെയും പോലീസ് പ്രതി ചേർത്തിട്ടുണ്ട്. അല്ലു അർജുൻ വരുന്ന കാര്യം നേരത്തെ അല്ലു അർജുൻ അറിയിച്ചില്ല എന്നുള്ളതാണ് പോലീസിൻ്റെ വാദം. പക്ഷേ FIR റദ്ദാക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് അല്ലു അർജുൻ ഇതിനോടകം തന്നെ
കോടതിയെ സമീപിച്ചിട്ടുണ്ട്. വസ്തുതാവിരുദ്ധമായ കാര്യങ്ങളാണ് പോലീസ് തനിക്കുമേൽ ആരോപിക്കുന്നത് എന്നുള്ളതാണ് അല്ലു അർജുൻ്റെ വാദം. താൻ നേരത്തെ തന്നെ തിയേറ്റർ ഉടമകളെയും പോലീസിനെയും ഇക്കാര്യം അറിയിച്ചിരുന്നു എന്ന് അല്ലു അർജുന കോടതിയിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ അടക്കം സാന്നിധ്യം അവിടെ ഉണ്ടായിരുന്നു. താൻ വരുന്നു എന്നുള്ള കാര്യം നേരത്തെ അറിയിച്ചിരുന്നു എന്ന് അല്ലു അർജുൻ